മഞ്ഞുമ്മൽ ബോയ്സ് സിനിമ വീണ്ടും നിയമക്കുരുക്കിലായി. ഇത്തവണ മഞ്ഞുമ്മൽ ബോയ്സിനെതിരെ സംഗീത സംവിധായകൻ ഇളയരാജയാണ് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. അനുമതിയില്ലാതെയാണ് സിനിമയിൽ കൺമണി അൻപൊട് എന്ന തന്റെ ഗാനം ഉൾപ്പെടുത്തിയതെന്നാണ് ഇളയരാജയുടെ പരാതി. മഞ്ഞുമ്മൽ ബോയ്സിന്റെ നിർമ്മാതാക്കൾക്ക് വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഒന്നുകിൽ അനുമതി തേടണം, അല്ലെങ്കിൽ സിനിമയിൽ നിന്ന് ഈ രംഗം ഒഴിവാക്കണം എന്നാണ് ഇളയരാജ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഭവ്യ പാർവതി. മലയാള ചലച്ചിത്ര മേഖലയിൽ വമ്പൻ ഹിറ്റായി മാറിയ മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സിനിമയ്ക്ക് തിരിച്ചടിയായി കൺമണി അൻപോട് ഗാനം. ബോക്സ് ഓഫീസിൽ എക്കാലത്തെയും വമ്പൻ പണം വാരിയ പടമായ മഞ്ഞുമ്മൽ ബോയ്സിൽ ഈ ഗാനം ഉൾപ്പെടുത്തിയത് അനുമതി തേടാതെയാണെന്ന് കാട്ടിയാണ് സംഗീത സംവിധായകൻ ഇളയരാജ ഇപ്പോൾ നിർമ്മാതാക്കൾക്ക് വക്കീൽ നോട്ടീസ് അയച്ചത്. കൺമണി അൻപോട് ഗാനം ഉൾപ്പെടുത്തിയതിന് അനുമതി തേടിയിരുന്നില്ലെന്ന് വ്യക്തമാക്കിയ ഇളയരാജ ടൈറ്റിൽ കാർഡിൽ പേര് പരാമർശിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ലെന്നാണ് വ്യക്തമാക്കി വക്കീൽ നോട്ടീസ് അയച്ചത്. കൂടാതെ 15 ദിവസത്തിനകം നഷ്ടപരിഹാരം നൽകണമെന്നും ഇളയരാജ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പകർപ്പവകാശ നിയമം ലംഘിച്ചെന്നാണ് ഇളയരാജ വക്കീൽ നോട്ടീസിൽ പ്രധാനമായും ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയത്. ഒന്നുകിൽ അനുമതി തേടണമെന്നും അതല്ലെങ്കിൽ ഗാനം ഒഴിവാക്കണമെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. നഷ്ടപരിഹാരം നൽകില്ലെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും ഇളയരാജ വക്കീൽ നോട്ടീസിൽ പറയുന്നുണ്ട്. മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സിനിമ തമിഴിലടക്കം സൂപ്പർ ഹിറ്റായിരുന്നു. കമൽഹാസൻ മഞ്ഞുമ്മൽ ബോയ്സിലെ താരങ്ങളെ നേരിട്ടെത്തി അഭിനന്ദിക്കുക കൂടി ചെയ്തതോടുകൂടിയാണ് തമിഴ്നാട്ടിൽ സിനിമ ഏറെ പ്രശംസ പിടിച്ചുപറ്റിയത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സിനിമയ്ക്ക് തിരിച്ചടി എന്ന ഓണം ഇളയരാജ വക്കീൽ നോട്ടീസ് അയക്കുന്നത്.